പാപ്പാളി മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിന്റെ പ്രാഥമിക മത്സരം അവസാനിച്ചപ്പോൾ ചിറ്റാട്ടുകര 7 സ്റ്റാർസ് ടീം ഒറ്റ ഗോള് പോലും തിരിച്ചടിക്കാതെ 35 ഗോളുകൾ വഴങ്ങി കാക്കനാട് ബാഴ്സലോണ ടീമിനോട് പരാജയപ്പെട്ടിരിക്കുകയാണ്. മത്സരത്തിൽ വിജയിച്ച ടീമിന് അഭിനന്ദനങ്ങൾ നേരുന്നു. ഒപ്പം തന്നെ 35 ഗോളുകൾ വഴങ്ങി പരാജയം ഏറ്റുവാങ്ങിയ ടീമിന് എല്ലാവിധ ആദരാഞ്ജലികളും. അഴലിനിരുളിലിടറുമീ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മളതിന് കട്ടും മോഷിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ പറയാൻ ഒരു കളിയൊക്കെ ആകുമ്പോ തോക്കും, ശരിയല്ലേ? അത് ശരിയാ, പക്ഷെ ഇങ്ങനെ നോക്കണ്ടായിരുന്നു. കളി നോക്കുന്നതൊക്കെ പതിവാണ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ കുട്ടമ്മനെ പതിവാ നമുക്ക്, അവർക്ക് ജയിച്ചാണ് ശീലം. നിങ്ങളിങ്ങനെ തളരരുത്. എടാ, പരാജയം എന്ന് പറയുന്ന വിജയത്തിന്റെ മുന്നോടിയാണ്. ഇതിലും വലിയ പരാജയങ്ങളൊക്കെ നമ്മൾ ഇനിയും തേടി വരും. അപ്പോഴെന്തേ നമ്മൾ കുലുങ്ങരുത്, പാറ പോലെ ഉറച്ചു നിൽക്കണം. താൻ ഇങ്ങനെ കളിക്കാണ്ട് പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ടാണ് അവന്മാര് 35 വട്ടം നമ്മുടെ വല കുലുക്കിയത്. മൂകാംബികയിലെ ചുവന്ന ചരട് കൈ കെട്ടാഞ്ഞപ്പോ തന്നെ വിചാരിച്ചടാ കളി തോക്കുന്നു. എനിക്കതല്ല, ഞാൻ കളിക്കാൻ വന്നപ്പോ തന്നെ പൂച്ചവട്ടം ചാടിയില്ലേ, അപ്പൊ തന്നെ ഞാൻ വിചാരിച്ച കളി കൊട്ടുന്നു. എന്നാലുവേ നമ്മൾ കളി തോക്കാനുള്ള കാരണം എന്താടാ? അവന്മാര് ജയിച്ചതുകൊണ്ട്. അല്ലാണ്ട് നമ്മൾ തോക്കാനുള്ള യാതൊരു കാരണം ഞാൻ കാണല്ല. അത് സത്യം. പിന്നെ എതിരാളികൾ ഇല്ലാണ്ട് കളിച്ചാൽ പോലും നമ്മൾ ജയിക്കൂലായിരുന്നു. ചിലപ്പോ ടൈ ആയേനെ. ഏയ് തോക്കും. ഓ, ക്ലൈമറ്റ് ശരിയല്ലേ, അതാ തോറ്റുപോയത്. ഏയ് ക്യാപ്റ്റനാ ശരിയല്ലാത്ത. നീ തന്നെ നോക്കണ്ട. നിനക്ക് ക്യാപ്റ്റനാകാൻ പറ്റാത്തതിന്റെ ചുരുക്കം എന്നോട് നേരത്തെ കിടപ്പുണ്ടല്ലോ. എനിക്ക് അതല്ല, നമുക്ക് ആ ചെല്ലും ചെലവുന്ന സ്പോൺസർ ഗൾഫ് മത്തായിച്ചേട്ടനോട് ഞാൻ എന്ത് സമാധാനം പറയും? നമുക്ക് അതൊക്കെ സമാധാനമായിട്ട് മത്തായിച്ചേട്ടനോട് പറയാന്ന്. എടാ ദേ മത്തായിച്ചൻ വന്നിട്ടാ. പോയിട്ട് വായേട്ടാ. ഒരെണ്ണം അടിക്കാറുന്നല്ലടാ നിനക്കൊക്കെ, ഒറ്റൊരെണ്ണം. ഞാൻ ഗൾഫിൽ പോയി പൊരി വെയിലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലടാ. ഒരെണ്ണമെങ്കിലും നിങ്ങക്ക്, ഒരെണ്ണം ഒന്ന് ഒരൊറ്റ. അങ്ങനെ അടിക്കാഞ്ഞതേ ഒറ്റ സംഖ്യ നല്ല നമ്പറല്ല, ഇരട്ട സംഖ്യയാണ് എന്റെ ഭാഗ്യ നമ്പർ. പ്രാക്ടീസ് കേട്ടിട്ടില്ലേ? പ്രാക്ടീസ് മേക്ക് പെർഫെക്ഷൻ. ഇതൊന്നും ഗ്രൗണ്ടിൽ കണ്ടില്ലല്ലോ, ഇവിടെ ഉണ്ടായിരുന്നോ? എന്താണാവോ ഇത്? മാസ്റ്റർ പ്ലാൻ. 2 ആഴ്ച ഉറക്കം നിന്ന് ഞാൻ വരച്ച മാസ്റ്റർ പ്ലാനാണ്. കളി ജയിക്കാൻ പറ്റിയ മാസ്റ്റർ പ്ലാൻ. വെറുതെ അല്ലടാ നീയൊക്കെ ആ ഗ്രൗണ്ടിൽ ഉറക്കം തൂങ്ങി അവിടെ നിന്ന്. നീ ആ നശിച്ച പ്ലാൻ വരച്ച സമയത്ത് ആ ബോൾ എടുത്ത് 2 തട്ടി കെട്ടിയേക്ക് ഒരു ഗോളെങ്കിലും നിനക്ക് അടിക്കാറുന്നല്ല. ഒരെണ്ണം അടിക്കാറുന്നല്ലോ എല്ലാവർക്കും. ഒരെണ്ണം. ഞാൻ ഒരെണ്ണം അടിച്ചായിരുന്നു. നീ ഒരെണ്ണമല്ല, ഒന്നി കൂടുതൽ അടിച്ചിട്ടുണ്ട്. അതാണ് നിന്റെ കാലുറക്കാഞ്ഞത്. ചെല്ലി അവിടെ മോര് വെച്ചിട്ടുണ്ട്, ദാഹം മാറും. 35 ഗോള്. നീയൊക്കെ ബോൾ വിഴുങ്ങിയാലും വഴങ്ങണ്ടായിരുന്നടാ. താരാട്ടുണ്ടോ, താന്തമീണമുണ്ടോ, താന്തമീണമുണ്ടോ. എത്ര ഗോളായിരുന്നു? 35. ഈശ്വരാ, ഇതിൽ നല്ലതെന്താ വരാനിരുന്നതാ. ഇതിൽ തീർന്നെന്ന് വിചാരിച്ചാ മതി. അവന്റെ ഒരു റീത്ത് ശവത്തി കുത്താൻ വേണ്ടി ഓരോരുത്തരന്മാര് വന്നോളും. അപ്പൊ ശവോണെന്ന് സമ്മതിച്ച്. ഞാൻ സമ്മതിക്കില്ല ഇവൻ ശവോണെന്ന്. നീ ശവമല്ലടാ, അവന് തെറ്റിയതാ. നീ ശവമല്ല. ശവമായിരുന്നെങ്കിൽ പോലും ഒരു ഗോൾ അടിച്ച. മത്തായിച്ചനെ ഞങ്ങളെ അടിച്ചാക്ഷേപിക്കൊന്നും വേണ്ട. കളിയൊക്കെ ഞങ്ങൾ നന്നായിട്ട് ഭേദപ്പെട്ടിട്ടുണ്ട്. മത്തായിച്ചനോട് കാര്യം അറിയോ? ആദ്യമായിട്ടാ ഞങ്ങക്ക് 35 ഗോൾ കിട്ടത്. കരയാൻ വേണ്ടി ഞാനിപ്പോ എന്താ പറഞ്ഞു? ഇതിന് മുമ്പ് എത്രയാണെന്നറാ? 48ഉം 49ഉം. അല്ലേടാ, ഒരു പ്രാവശ്യം 47 എന്തോ കിട്ടിയിട്ടുണ്ട്. 50 കിട്ടേണ്ടാണ്. അന്ന് മഴ പെയ്ത്. ഞങ്ങളുടെ കളി ശരിക്കും മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇതാണോടാ മെച്ചപ്പെട്ടേ?
ആ 48 ഗോള് കിട്ടിക്കൊണ്ടിരിക്കണമായിരുന്നില്ലേ? 35 മെച്ചപ്പെട്ടില്ലേ? എടാ നിനക്കൊക്കെ വേണ്ടി ഫുഡ്, പ്രാക്ടീസ്, യൂണിഫോം എന്നൊക്കെ പറഞ്ഞ് 10-25 രൂപ ഞാൻ മുടക്കിയതല്ലടാ. ഞങ്ങളുടെ കയ്യിലില്ല. എടാ വൃത്തിയേട്ടവന്മാരെ, എനിക്ക് ആ കാശ് വേണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങനെ വന്നത്. വേണ്ടേ? എടാ ഞാൻ എല്ലാ മാസവും പള്ളിയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി കുറച്ച് പൈസ ഞാൻ ചെലവാക്കണം. ഈ മാസം മാത്രം ഞാൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ആ കാശ് പന്ത് കാലിൽ തൊടാത്ത ഈ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ചെലവാക്കി ഞാൻ വിചാരിച്ചോളാ. ഒരെണ്ണമെങ്കിലും അടിക്കായിരുന്നല്ലോ നിങ്ങൾക്ക്. എങ്കിലും ക്യാപ്റ്റാ, നീ പറഞ്ഞളഞ്ഞല്ലേ 35 ഗോളുകൾ നിനക്ക് പുല്ലാണെന്ന്. ദണ്ണുണ്ട് കേട്ടാ, ദണ്ണം. നമ്മക്കൊന്നും വേണ്ടേ. ഒരു ചോദ്യമുണ്ടല്ലോ. ഹലോ ഹലോ ഹലോ, ഞാനാ ബേബി കുഞ്ഞാ, ദുബായിന്ന്. ബേബി. എടാ ഗൾഫീന്ന് കോള്. എന്താ ബേബി കുഞ്ഞേ? എടാ നീയൊക്കെ കളിക്കാൻ പോയിട്ട് 35 ഗോളുകൾ കിട്ടി തോറ്റെന്ന് കേട്ടു. നേരാന്നോ? ഒരെണ്ണം പോലും തിരിച്ചടിച്ചില്ലേ? കാണൂല്ലേടാ, അമ്മച്ചി അന്നേ പറഞ്ഞല്ലേ ഇതിലേക്ക് കൂലിപ്പണി എടുത്ത് ജീവിക്കാനായിട്ട്. 35 അല്ലയോ? 35 എടി സൂസിയെ, 35 ഗോളുകൾ നമ്മുടെ ഇവര്. വിജയ, അതെ ഞാനൊരു മരിച്ച വീട്ടിൽ നിക്കണേനെ, ഞാൻ പിന്നെ വിളിക്കാം. ഗൾഫിൽ നിന്ന് ആരാടാ വിളിച്ച്? നമ്മുടെ അടുത്ത വീട്ടിലെ ബേബി കുഞ്ഞാടാ. എന്താണ്? അല്ലടാ, കഴിഞ്ഞ 9 മാസം എന്റെ അപ്പൂപ്പൻ മരിച്ചിട്ട് അവനൊന്നും വിളിച്ചു ചോദിച്ചില്ല. ഇപ്പൊ 36 ഗോള് കിട്ടിയപ്പോ ISD കാശ് മുടക്കാൻ വിളിച്ചിരിക്കുക. പട്ടിയുടെ മോൻ. ഈ 35 ഗോൾ അടിക്കാൻ നേരത്തെ ഒരുത്ത കൈയിട്ട് നോക്കിക്കണ്ടല്ല നമ്മുടെ ഗോളി. അവനെ വിളിക്കി. അവൻ ബുദ്ധിമാനാൻ. അവൻ കളി തുടങ്ങുന്നതിന് മുമ്പ് ഇന്റർസിറ്റിക്ക് ടിക്കറ്റ് എടുത്ത്. ഇപ്പൊ ട്രെയിൻ മിസ്സായി. ദേ വന്നുണ്ട്. ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ് എവരിബഡി. ഇവിടെ എന്താണ് നിങ്ങൾ ഒരു ഉന്മേഷമില്ലാതിരിക്കണത്? Cheer up man, cool. എടാ പങ്ങി, ചുമ്മാരി തല്ലരുത്, ചുമ്മാരി. എടാ കളി നടന്നോണ്ടിരുന്നപ്പോ ഇവരവിടെ പോയി കിടക്കണായിരുന്നോ ആ പോസ്റ്റിന്ന്? കുറെ നേരം നിന്നെ കണ്ടില്ല. എടാ ഞാൻ അപ്പുറത്തെ ടീമിലെ ഗോളിയുടെ കൂടെ ഒരു ചായ കുടിക്കാൻ പോയതല്ലേ? ചുമ്മാ എടാ പൊട്ടാ. എടാ ആ ഗോളിയുടെ അടുത്തേക്ക് പന്ത് പോവാത്തോണ്ട് അവൻ എന്ത് തോന്നിയാസം കാണിക്കാ. എടാ നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? ഫുൾ ടൈം പന്ത് നമ്മുടെ പോസ്റ്റിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നില്ലേ? നീ എങ്ങനെ ചെയ്യാമോ? ഞാൻ ചുമ്മാ ബോറടിച്ചപ്പോ ഒരു ചായ കുടിക്കാൻ പോയി. ഇത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നണില്ല. നീ അവിടെ ഉണ്ടായിരുന്നിട്ട് ഒരു 15 ഗോൾ അവിടെ വീണല്ല. എന്താ പിടിക്കാന്? ഞാൻ പിടിക്കുന്നതിനാണ്. അതിനല്ലേ ഈ വല. കളി തോറ്റത് എന്റെ കുഴപ്പമൊന്നുമല്ലട്ടാ. വല കെട്ടിയത് ശരിയല്ലായിരുന്നു. വലക്ക് എന്തായിരുന്നു കുഴപ്പം? വല അങ്ങനെയാണ് കെട്ടണത്. ഇവിടെ വല കൊണ്ടേ പോസ്റ്റിന് പുറകെ കൊണ്ടേ കെട്ടിക്കഴിഞ്ഞാ ഗോളൊക്കെ അകത്ത് പോവില്ലേ? ഇവനും ഞാൻ നിന്റെ അനിയൻ ഇതേ. ഇവനെന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? പെട്ടിയും തലോണം കിടക്കേക്ക് എടുത്തണ്ടല്ലോ. ഗോപു, നീ നാട് വിട്ടു പോകണോ? ഞാൻ നാട് വിടുന്നൊന്നുമില്ല. ഇത് ചേട്ടന്റെ പെട്ടി കിടക്കാണ്. വീട്ടിൽ കയറേണ്ടത് അച്ഛൻ പറഞ്ഞു. നമ്മള് വീട്ടിൽ ചെല്ലണ്ട. ചേട്ടനില്ലാത്ത വീട്ടിൽ ഞാനും ഇല്ല. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ചേട്ടാ. എടാ നീ അവന്റെ മാത്രമല്ലടാ, ഞങ്ങളുടെ അനിയനടാ. നിനക്ക് ഇത്രയും സ്നേഹമുണ്ടല്ലേ ഞങ്ങളോട്? അതല്ലേ ഏട്ടാ, വീട്ടിലാകുമ്പോ എന്നെ അച്ഛനടിക്കും, അമ്മ അടിക്കും, വല്യച്ഛനടിക്കും. നിങ്ങളാകുമ്പോ അടിക്കത്തില്ലല്ലോ. ഞാൻ നിർത്തി. ഇന്നത്തോടെ പന്ത് ഞാൻ കാലുകൊണ്ട് തൊടൂല. അത് പിന്നെ നീ കളിച്ചപ്പോഴും തൊട്ടില്ലല്ലോ. റെഫറിനെ തെറി പറഞ്ഞതിന്റെ ചോപ്പാട് കെട്ടിയത് നിനക്കല്ലടാ. പറഞ്ഞ പോലെ ശരിയാണല്ലടാ. നീ എന്തിനാ റെഫറിനെ തെറി പറഞ്ഞു? അപ്പൊ അയാൾ എന്നെ തെറി പറഞ്ഞതാ. നിന്നെന്ത് തെറി പറഞ്ഞു? നീ നിന്റെ പന്ത് കൊണ്ടുപോയിട്ടെ കോർണറിൽ നോക്കാൻ. എടാ കോർണർ എന്ന് പറഞ്ഞ പന്ത് അടിച്ചു കൊടുക്കണ മൂലേനെയാണ് പറയണത്, മനസ്സിലായ? അപ്പൊ പെനാൽറ്റി മോനെ വിളിച്ചാ പറ. പെനാൽറ്റി ആയി മോനേന്ന് പറഞ്ഞതാടാ. തെറി പറയണേ കറക്റ്റ് ആയിട്ട് പറയണം. ഞാൻ അയാളെ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ല. സത്യം 35 നമുക്ക് കിട്ടിയെങ്കിലും അവസാനത്തെ 2 മിനിറ്റിലുണ്ടല്ല എനിക്ക് വിജയപ്രതീക്ഷ വന്നത്. 2 മിനിറ്റിൽ കളി മാറി പറഞ്ഞ ചരിത്രമുണ്ട്. 35 തിരിച്ചു കൊടുത്ത് പിന്നെ ഒരെണ്ണം കൂടി കൊടുത്ത് ജയിക്കുമെന്ന് നിനക്ക് പ്രതീക്ഷ ഉണ്ടെന്ന്. ഇത്രയും നാരി നനഞ്ഞത് പോരെ, ഇനി പ്രതീക്ഷ വേണോ? എനിക്കതല്ലടാ, അടുത്ത ആഴ്ച എന്റെ കല്യാണമാണ്. ഇനി ഞാൻ കെട്ടാൻ പോണവളുടെ മുഖത്ത് എങ്ങനെ നോക്കൂന്നാണ്. നിനക്ക് നോക്കണേന് എന്താ? ആ പെണ്ണ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കുന്നു പറ. നിന്റെ ഭാവി അമ്മായിയപ്പം മന്നെന്ന്. ആരെ? നിന്റെ ഭാവി അമ്മായിയപ്പം, നീ കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പം മന്നി. അച്ഛാ, അച്ഛനെന്താ ഇവിടെ? എന്നാ മോനെ ഈ മോതിരം അങ്ങോട്ട് പിടിച്ചോ. ഇത് നിശ്ചയത്തിന് നീ അവൾക്കിട്ട മോതിരം. ഈ കല്യാണം നടക്കൂല. ഒരു കളിയില് 35 ഗോൾ അവന്മാരടിച്ചിട്ടും 1 ഗോള് പോലും അടിക്കാൻ പറ്റാത്ത നീയൊക്കെ കല്യാണം കഴിച്ചിട്ട് എന്താടാ പുള്ളി പറഞ്ഞിട്ട് പോയത്? എന്റെ മാളു
മാളൂട്ടി. എടാ നീ ഇങ്ങനെ വിഷമിക്കലടാ, നമുക്ക് ഈ മോതിരം വെച്ചിട്ട് രണ്ട് ചെറുതടിക്കാടാ. എടാ നിന്നെ എന്താ ഇത് മാറിക്ക്? എന്താണ് വെറുതെ തല്ലി പിടിക്കുന്നത്? എന്റെ പൊന്നു കേണല്ലേ, ഞങ്ങൾ ഒരു കളി കളിച്ച് ഒരു 35 ഗോള് കിട്ടി. ഒരെണ്ണം പോലും ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ പറ്റില്ല. അതിനാണ് ഇവന്മാരെല്ലാരും കൂടി എന്റെ വെക്കിട്ട് തരണത്. ഒരു കളിയാവുമ്പോ തോൽവിയും ജയവും ഒക്കെ സാധാരണം. ദാറ്റ്സ് കോൾഡ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എല്ലാവരും ഒരുത്തിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പരാജയത്തിന്റെ അടുത്ത കാൽവെപ്പ് വിജയമാണ്. ടീക്കേ, ഒരു കാര്യം ചെയ്യും, ആ ജയിച്ച ടീമായിട്ട് ഒരു മാച്ച് കൂടി വെച്ചാ പോരെ? അതൊന്നും വേണ്ട കാണല്ലേ, ഇനി വെച്ചാൽ അവന്മാരെ തന്നെ ജയിക്കോളുന്നേ, വെറുതെ ഇനി നാണം കയറണു. എതിരാളിയുടെ ശക്തി കൊണ്ട് ഭയപ്പെടരുത്, മനസ്സ് അതാണ് വേണ്ടത്. അവരെ വിളിക്കേ, നമുക്കൊരു മത്സരം കൂടി കളിക്കാം. ടീം ബാഴ്സിലോണ ഒന്നിങ്ങോട്ട് വരോ? ഈ കേണല്ലൊന്ന് കാണാനായിട്ടാണ്. Rather than force, intelligence will be the only keyword. പൊക്കൂല്ലാത്തില്ലേ, അവനാണ് 17 ഗോളടിച്ച്. ആ പൊക്കോളവന്റെ ഇപ്പുറത്ത് നിൽക്കണവനില്ലേ, അവനായി കാലിട്ട് വെട്ടിയതവൻ. അയ്യോ കൊല്ലല്ലേ, ഇത് നിങ്ങളെ കൊല്ലാനല്ലടാ, എനിക്ക് ചാവാനാടാ. Everybody hands up, hey! Hands up, everybody hands up. Hands up, everybody. ഭയങ്കര ചെറിയൊരു സംഭവമാണെങ്കിൽ അവരുടെ നോട്ടവും നിപ്പും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോമഡി പരിപാടിയേക്കാൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നിങ്ങളുടെ ഒരു ദിവസത്തെ ഒരു കളി കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ വളരെ മനോഹരമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു. നിങ്ങൾക്ക് ഒരു തലയുള്ള ആരെങ്കിലും